നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബിഷപ്പ് ക്ലിയറൻസിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതിനു കാരണം വൈറ്റിൻ്റെ മൈനർ പീസുകളെ ഡിഫെൻഡ് ചെയ്യുന്നതിന് ആവശ്യമായ മൈനർ പീസുകൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിൽ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ബിഷപ്പ് G5, വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ഈ ഒരു നീക്കത്തെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്യൂൻ E6 എന്ന നീക്കം നടത്തിക്കൊണ്ടോ പ്രതിരോധിക്കുവാൻ ബ്ലാക്കിന് സാധിക്കും. എന്നാൽ ക്യൂൻ E6 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ D5 എന്നൊരു മൂവോട് കൂടി നൈറ്റോ ക്യൂനോ ബ്ലാക്കിന് നഷ്ടപ്പെടും. അതുകൊണ്ട് പോൺ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. H takes G5, H takes G5, H takes G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ ആക്രമിക്കുന്നു. ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് G5 സ്ക്വയറിലേക്ക് ആക്രമണം നടത്തുമ്പോൾ H5 പൂർണ്ണമായും സ്വതന്ത്രമാക്കിക്കൊണ്ട് റൂക്ക് കൊണ്ട് കിങ് സൈഡിലേക്ക് വളരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. നൈറ്റ് ടേക്സ് D4, പോണിൻ്റെ അറ്റാക്കിൽ നിന്നും ബ്ലാക്കിൻ്റെ ക്യൂനിനെ സംരക്ഷിക്കുന്നതിന് പകരം ഈ ഒരു പൊസിഷനിലെ വളരെ പ്രധാനപ്പെട്ട പീസായിട്ടുള്ള വൈറ്റിൻ്റെ ക്യൂനിനെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. ബിഷപ്പ് H7 ചെക്ക്, വൈറ്റ് ക്യൂനിനെ രക്ഷിക്കുന്നതിന് പകരം ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിനെ ആക്രമിക്കുന്നു. കിങ്ങിന് H8 എന്ന ഒരു സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. കിങ് സൈഡിൽ കാസ്ലിംഗ് ചെയ്തതിനു ശേഷം H5 ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നത് മനസ്സിലാക്കുവാനുള്ള ചെറിയ ഒരു പൊസിഷനാണ് ഇത്. കിങ് H8, ഇപ്പോൾ ബിഷപ്പിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് G8 ചെക്ക്, ക്യൂൻ H6, ക്യൂൻ ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് ടേക്സ് H6 ചെക്ക്, റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. G ടേക്സ് H6, എന്നാൽ ഈ ഒരു പൊസിഷനിൽ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകിക്കൊണ്ട് ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ക്യൂൻ H7 ചെക്ക് മേറ്റ്. ഇനി നമുക്ക് മറ്റൊരു പൊസിഷൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഇപ്പോൾ വൈറ്റിൻ്റെ എല്ലാ പീസുകളും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ സാധിക്കും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ പീസുകൾ ഉപയോഗിച്ച് വൈറ്റിൻ്റെ പരമാവധി പീസുകളെ എക്സ്ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ആക്രമണത്തിൻ്റെ ശക്തി നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലുള്ള മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിഫെൻസ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ബിഷപ്പ് H6, ബിഷപ്പ് ഉപയോഗിച്ച് G7 ബിഷപ്പിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ Q × H6 എന്ന നീക്കം നടത്തിക്കൊണ്ട്
ബ്ലാക്കിനെ വളരെ പെട്ടെന്ന് തന്നെ ചെക്ക്മേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. ബിഷപ്പ് H8, BF8. ബിഷപ്പ് F8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിന് H6 എന്ന നീക്കം നടത്തുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. നൈറ്റ് ഇൻറ്റു B3 ചെക്ക്. N ഇൻറ്റു B3 എന്ന നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക് നൽകുമ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുള്ള F7-ൽ ഇരിക്കുന്ന പോണിനെ പിന്നിങ്ങിൽ നിന്നും സംരക്ഷിക്കുന്നു. A ടേക്സ് B3. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ഇൻറ്റു F8. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. റൂക്ക് ഇൻറ്റു H8 പ്ലസ് കിങ് ഇൻറ്റു H8. ക്യൂൻ H6 പ്ലസ് ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ക്യൂന് ഉപയോഗിച്ച് ഒരു ചെക്ക് നൽകുവാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. നൈറ്റ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ റൂക്ക് H1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. കിങ് G8. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ച് H1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കുവാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ റൂക്ക് H1 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റ് H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിൻ്റെ ഫയൽ ബ്ലോക്ക് ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കും. അതുകൊണ്ട് മറ്റൊരു പ്രധാന നീക്കം നടത്തിക്കൊണ്ട് ആ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റ് D5. ക്യൂനിനെയും E7-ലിരിക്കുന്ന പോണിനെയും F6-ലിരിക്കുന്ന നൈറ്റിനെയും ആക്രമിക്കുവാൻ നൈറ്റിന് സാധിക്കുന്നു. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ നൈറ്റിൻ്റെ E7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ക്യൂനിനെയോ നൈറ്റിനെയോ ക്യാപ്ചർ ചെയ്യുവാൻ D5-ലിരിക്കുന്ന നൈറ്റിന് സാധിക്കും. അതുകൊണ്ട് നൈറ്റ് ഇൻറ്റു D5. റൂക്ക് H1. റൂക്കും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് H5-ൻ്റെ നിയന്ത്രണം സ്വന്തമാക്കുന്നു. ക്യൂൻ ഇൻറ്റു C2 ചെക്ക്. റൂക്ക് H1 എന്ന നീക്കത്തിന് ബ്ലാക്കിന് പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ക്യൂൻ ഇൻറ്റു C2 എന്ന നീക്കം നടത്തുന്നത്. നൈറ്റ് ഇൻറ്റു C2. ബിഷപ്പ് H3. ബിഷപ്പ് ഉപയോഗിച്ച് H5 ബ്ലോക്ക് ചെയ്യുവാൻ ശ്രമിക്കുന്നു. റൂക്ക് ഇൻറ്റു H3. റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. നൈറ്റ് F6. ക്യൂൻ H8 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.